Mati, yeah? Mati. Mati, that's right. You have biryani also? Yes. വരൂ, ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തില് പിരിഞ്ഞ വ്യക്തിയാണ്. ഞങ്ങള് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായത്. ഇതെല്ലാം കഴിഞ്ഞു ഒരു 2-2.5 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. നമ്മുടെ ഉഗാണ്ടക്കാരൻ ഗോഡ്വിനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഉഗാണ്ടയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് മൂവാറ്റുപുഴയിൽ പഠിച്ചിരുന്ന ഗോഡ്വിൻ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് വൈറലാവുന്നത്. പിന്നെ മലയാളികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മുറി മലയാളം വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നു. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചു തുടങ്ങി. എന്തായാലും മൂപ്പര് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉഗാണ്ടയിലേക്ക് സ്ഥലം വിട്ടു. പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പോകാൻ നേരത്ത് ബാഗ് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനോട് ഭയങ്കരമായിട്ട് കച്ചറയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഇവനെ തേച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഉഗാണ്ടയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ ഒരു ഉഗാണ്ടയിൽ താമസിക്കുന്ന ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ അവരുടെ വീട്ടിലേക്ക് നേരെ ചെന്നു. ലോകത്തേത് മുക്കിലും മൂലയിലും നോക്കിയാലും എവിടെയെങ്കിലും ഒരു മലയാളി കാണുമല്ലോ. അപ്പൊ ഗോഡ്വിൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഫാമിലിയുമായിട്ട് നമ്മുടെ ഗോഡ്വിന് നല്ല പരിചയമായിരുന്നു. അപ്പൊ ഇവര് നോക്കുമ്പോൾ ഉഗാണ്ടയിലുള്ള ഒരു പയ്യൻ കേരളത്തിലേക്ക് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫാമിലി ഇവനെ കോണ്ടാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ പരിചയപ്പെട്ടതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഗോഡ്വിൻ നമ്മുടെ ഉഗാണ്ടയിൽ ചെന്ന് ആ മലയാളി ഫാമിലിയെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ പുള്ളിക്കാരി പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും ആണ്. അവര് കേരള ഫുഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര സൽക്കരിക്കലായിരുന്നു നമ്മുടെ ഈ ഗോഡ്വിനെ. നല്ല രീതിയിൽ അവരിൽ നിന്നും സ്വീകരണമൊക്കെ വാങ്ങി ഗോഡ്വിൻ അവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതിനു ശേഷം മടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് 1-2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഗോഡ്വിൻ ഈ ഫാമിലി ട്രീറ്റ് ചെയ്ത കാര്യമൊക്കെ വെച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പുള്ളിക്കാരൻ ഇറക്കിയത്. ഈ ഫാമിലി ഈ വീഡിയോ കാണാനിടയായത്. ആ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മുടെ ഈ ഫാമിലി ഗോഡ്വിന്റെ ഇരട്ടത്താപ്പുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിന്റെ ചില ഭാഗങ്ങൾ കണ്ടു നോക്കാം. നമ്മളായിട്ട് കണക്ഷനിലുണ്ടായിരുന്നു. അപ്പൊ ഉഗാണ്ടയിൽ പഠനം കഴിഞ്ഞ് വന്ന സമയത്ത് കമ്പാലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഈ വ്യക്തി. അപ്പൊ കമ്പാലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അങ്ങനെ വരുവാണെങ്കിൽ പറ്റുമെങ്കിൽ വരും, നമുക്ക് നേരിട്ട് കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വീട്ടിലേക്ക് 2 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും, എനിക്ക് കപ്പയും മീൻകറിയും വേണം, പിന്നെ ബിരിയാണി വേണം, കേരള സ്റ്റൈലിലായിരിക്കണം, മീൻകറിയും കേരള സ്റ്റൈലിലായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. Super. I feel like I'm in Kerala again. അപ്പൊ കേട്ടില്ലേ, ഇയാള് നേരത്തെ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞായിരുന്നു എനിക്ക് കപ്പയും മീനും ആണ് ഇഷ്ടം, കപ്പയും മീനും വേണം, കേരള സ്റ്റൈല് ഫുഡ് വേണം എന്നൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് പുള്ളിക്കാരൻ ചെല്ലുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പോലും നമ്മളൊന്നും പറയത്തില്ല. നേരെ പോയിരുന്ന അവരെന്താണോ ഫുഡ് ഉണ്ടാക്കുന്നത് അത് വാങ്ങി കഴിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഇന്ന ഫുഡ് വേണമെന്നൊക്കെ അങ്ങോട്ട് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കപ്പയും മീനും ഒക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഫേവറേറ്റ് ഫുഡ് എല്ലാവരുടെയും എന്ന് അറിയാമായിരിക്കും. അതായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോൾ പറഞ്ഞത് എനിക്ക് കപ്പയും മീനും വേണമെന്ന്. അന്ന് ആ സമയത്ത് ആശാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഫാമിലിയെ വിസിറ്റ് ചെയ്ത കാര്യവും ഫുഡ് കഴിച്ച കാര്യവും എല്ലാം നല്ല രീതിയിൽ പൊക്കി പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്തത്. നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Mati, yeah? Mati. Mati, that's right. You have biryani also? Yes. Let me show you. This is. Super. How is Uganda? That is very nice place. How long you been in Uganda? 10 years. Oh. That's called what? 10 Varsham. 10 വർഷം. 10 വർഷം. That's nice. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, നല്ല ആവേശത്തോടെ ഇരുന്നാണ് ഫുഡ് അടിച്ച് കയറ്റുന്നത്. സംഭവം നടന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി. അവൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം അവൻ പിരിഞ്ഞു അവിടുന്ന്. അപ്പൊ അന്ന് അവിടുന്ന് പിരിഞ്ഞ ഗോഡ്വിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പം ആണ് വേറൊരു വീഡിയോ ആയിട്ട്, ഈ വീഡിയോ തന്നെ വിമർശിച്ചുകൊണ്ട് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് ഉഗാണ്ടയിലെ ഒരു മലയാളി ഫാമിലി എനിക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റിനകത്ത് ഫുഡ് തന്ന് അപമാനിച്ചു എന്നാണ്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഈ മലയാളി ഫാമിലിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. അതായത് നല്ല ഫുഡ്, കേരളത്തിലെ തനതായ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ വളരെയായിട്ട് മിസ് ചെയ്യണം.
അപ്പൊ എനിക്കത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരണം, നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേ ഉള്ളൂ. അദ്ദേഹം തന്നെയാ പറഞ്ഞത് എനിക്ക് ലഞ്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് അവൻ പറഞ്ഞതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്തു. ഒരാള് വീട്ടിലോട്ട് വരുമ്പോൾ ലഞ്ച് വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തായിരുന്നു. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഫാമിലിയാണ്, വൈഫ്, ഹസ്ബൻഡ്, 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ നാട്ടിലെ പോലെ വിസിറ്റേഴ്സ് ഒന്നും ഫ്രീക്വന്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ എന്തെങ്കിലും ഒരു കാരണത്തിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒന്നുമില്ലെങ്കിൽ വാഴയിൽ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇത് ക്ലീൻ ചെയ്യാനും മറ്റുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നാട്ടിലെ പോലെ അത്ര ഈസി അല്ല നമുക്ക്. ഇപ്പൊ നാട്ടിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ല ഡിസ്പോസിബിൾ പ്ലേറ്റ് അല്ലെങ്കിൽ വാഴയല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ അവന് ലഞ്ച് ആ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കൊടുത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കഴിച്ച പ്ലേറ്റിൽ നമ്മളുടെ അവിടെ വരുന്ന ഒരു ഗസ്റ്റിന് കൊടുക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് വേണ്ട കൊടുത്തത്. ഭക്ഷണം കണ്ടില്ലേ, നമ്മുടെ ഇപ്പൊ ഏകദേശം നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എടുക്കാത്ത ഏറ്റവും പുതിയ പാത്രം, പ്ലേറ്റ് ഒക്കെ കാണും. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഗസ്റ്റ് ഒക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലേറ്റിലായിരിക്കും ഫുഡൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും നമ്മുടെ അമ്മമാരൊക്കെ കുറെ പുതിയ ചില്ലിന്റെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ, പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഷോക്കേസിലോ അല്ലെങ്കിൽ അടുക്കളയിലെ കബോർഡിലോ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഫുഡ് കൊടുക്കാനായിട്ട്. അവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ ഈ ഫാമിലി പറയുന്നതായിട്ടില്ല, ഞങ്ങള് ഭാര്യയും ഭർത്താവും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. നമുക്ക് അധികം ആരും വിരുന്നുകാരൊന്നും ആരും അവിടെ ചെല്ലാറൊന്നും ഇല്ല. കാര്യം അവര് ചെറിയൊരു ഫാമിലിയാണ്. അപ്പൊ അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു കുറവുകളൊക്കെ ഉണ്ടാവും. പിന്നെ ആ പുള്ളിക്കാരനെ എടുത്ത് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഞങ്ങൾ കഴിച്ച പാത്രത്തിൽ കഴിക്കാനായിട്ട് ചിലപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ തോന്നിയിട്ടാണ് ആ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഇത് ചെയ്തത്. പക്ഷെ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അയാൾക്ക് എന്താ ഇത്രയും ഫുഡ് കൊടുക്കാൻ, ഇത്രയും ഫുഡുകളും അയാൾ ഈ ഗോഡ്വിൻ പറഞ്ഞ ഫുഡുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തതും പോരാഞ്ഞിട്ട് അത് പിന്നെ അവര് കഴിക്കുന്ന പ്ലേറ്റിൽ കൊടുത്തെന്നും പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോലില്ല. പക്ഷേ പുള്ളിയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്വിൻ വരുന്നു, അപ്പൊ ചിലപ്പോ അതൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ ഒരു പ്ലേറ്റിൽ കൊടുത്തത്. അവരെ നമുക്ക് ഒന്നിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആ പ്ലേറ്റ് നമ്മൾ വീഡിയോയിൽ കണ്ടാലും അതൊരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണെന്ന് തോന്നത്ത് പോലുമില്ല. അല്ല, ഈ ഗോഡ്വിൻ ഒന്ന് ചിന്തിച്ചു വെച്ചാൽ മതി, എന്താണ് ഈ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ തന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി, രാവിലെ മുതൽ ഫുഡ് ഉണ്ടാക്കി, ഉച്ചയ്ക്ക് അതും പുള്ളിക്കാരൻ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കി എല്ലാം വെച്ചു കൊടുത്തിട്ട് എന്നാ പിന്നെ വിളിക്കാതിരുന്നാ പോരെ. ഒരു വിരുന്ന് വരുന്ന ഓക്കെ വേണ്ട വരണ്ടെന്ന് പറഞ്ഞാ പോരെ. ഇപ്പൊ അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇത് അയാൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് ഡിസ്പോസിബിൾ പ്ലേറ്റിൽ തന്നെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്ത് അപമാനിക്കുന്ന എന്തിനാ. ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ ഈ വീഡിയോ ചെയ്യുന്നത് മലയാളികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവന്റെ നാട്ടിലെ ഭാഷ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മലയാളികൾ ആരും ഇത് അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവന്റെ ഭാഷയിൽ അത് കൈകാര്യം ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ ഇല്ല, ഉള്ളതെന്ന് പറയുന്നത് ടിക്ടോക്കിലാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ടിക്ടോക്ക് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ടിക്ടോക്കിൽ ഈ പുള്ളിക്കാരൻ ഷെയർ ചെയ്ത വീഡിയോ ഈ മലയാളി ഫാമിലി അവരുടെ ബ്ലോഗ് ചെയ്ത സമയത്ത് സൈഡിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതുവരെ പോയ വീടുകളിലൊന്നും എനിക്ക് എത്രത്തോളം സ്വീകരണം കിട്ടിയിട്ടില്ല, വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് കക്ഷി ഇവിടുന്ന് പോയി. പോയതിനു ശേഷം പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു, ഓക്കെ ഞാൻ ഇനി കമ്പാല വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 350-400 കിലോമീറ്റർ ദൂരമുണ്ട്, അവിടത്തേക്ക് വരികയാണെങ്കിൽ വരൂ, ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തില് പിരിഞ്ഞ വ്യക്തിയാണ്. ഞങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായത്. ഇതെല്ലാം കഴിഞ്ഞു ഒരു 2-2.5 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. കമ്പാലയിലുള്ള ഒരു ഇന്ത്യൻ ഫാമിലി എന്നെ ഇൻവൈറ്റ് ചെയ്തു. അവർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരെനിക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് ഭക്ഷണം തന്നത്. പക്ഷെ ഡിസ്പോസിബിൾ പ്ലേറ്റിലെ ഭക്ഷണം വളരെ ടേസ്റ്റി ആണല്ലോ എന്ന് പറഞ്ഞ ഒരു സർക്കാസമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. Ono juzi nakomyewo Uganda, waliwo omuyindi musajja ne mukazi we ne bankyaza ewaabwe awe Kampala wandegeya. Omukazi yansavingidde emmere ku disposable plate nga sinze nabagambye bampite. Okay, ഇത് നമുക്കൊന്നും കേട്ടാലൊന്നും മനസ്സിലാകത്തില്ല. കാര്യം അവർക്ക് എന്തായാലും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. കാര്യം അവർ വർഷങ്ങളോളം ഉഗാണ്ടയിലാണ് ആ ഫാമിലി ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തായാലും കാര്യം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആ ഒരു വീഡിയോയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാൻ കേട്ടോ. ആ ക്യാപ്ഷൻ കണ്ടു നോക്കിക്കേ. ഇങ്ങനെ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്യാൻ അവൻ എന്തായിരിക്കും ഒരു കാരണം എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും ഫാമിലി ബാക്കി ഇനി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ലേ, അപ്പൊ ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തതിനു ശേഷം വൈഫ് കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് പ്ലാസ്റ്റിക് ഇഷ്ടമല്ല, പ്ലാസ്റ്റിക് അലർജിയാണ്.
അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോ ഇൻസ്റ്റാഗ്രാമില് അദ്ദേഹം ഇട്ട ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ജഗ്ഗില് എന്തോ ജ്യൂസ് എന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ഇതുപോലെ റോളക്സ് പ്ലാസ്റ്റിക് കവറിൽ ഇട്ട റോളക്സ് ഇങ്ങനെ കവർ മാറ്റിയിട്ട് ഇങ്ങനെ ഇത് കഴിക്കുന്ന എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പൊ ഇത്രയും അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. കാരണം ഇവിടെ അത് നിവൃത്തിയില്ല. രാജ്യം അങ്ങനെയാണ്, ഈ രാജ്യം മാത്രമല്ല ഏത് രാജ്യം ഇപ്പൊ അതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം ഒരു പക്ഷേ ഇന്ത്യക്കാരെ പറ്റി മോശമായി പറയുന്ന സമയത്ത് കുറച്ചും കൂടെ റീച്ച് കിട്ടണമെങ്കിൽ എന്നുള്ള ഉദ്ദേശിച്ചായിരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന് റീച്ച് ഉണ്ട്, നമ്മളതിനെ കുറച്ചൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാം. എന്തായാലും ആക്ഷാന്റെ ഇരട്ടത്താപ്പ് പിടികിട്ടി കാണുമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഗോഡ്വിനെ വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഗോഡ്വിൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എനിക്ക് പ്ലാസ്റ്റിക് അലർജി ആണെന്ന്. പ്ലാസ്റ്റിക് അലർജി ആയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇയാളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇയാൾ വെള്ളം കുടിക്കുന്നതാണെങ്കിലും വേറെ മറ്റേ ഷവർമ പോലത്തെ സംഭവം കഴിക്കുന്നതാണെങ്കിലും എല്ലാം ഒരുപാട് ഫുഡ് കഴിക്കുന്നത് പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട് കഴിക്കുന്ന ഒരുപാട് ഫോട്ടോസ് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഇപ്പൊ പ്ലാസ്റ്റിക് അലർജി അല്ലേ. ഈ പുള്ളിക്കാരന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കാരെ അപമാനിക്കുക, അതിൽ കൂടി ഇയാൾക്ക് റീച്ച് ആവുക. ഈ കേരളീയരെ ഇങ്ങനെ വലിയ രീതിയിൽ അപമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കൂടുമല്ലോ. അതിനുവേണ്ടി പുള്ളിക്കാരൻ ചെയ്ത ഒരു കാര്യമാണിത്. ഇവൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബാൻ ആയിട്ടുള്ള ഒരു ആപ്പ്, ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പില് വന്ന് കയറി ഇരുന്നിട്ട് ഇവന് മലയാളികൾക്ക് പോലും പിടികിട്ടാത്ത രീതിയിൽ അവന്റെ നാട്ടിലെ ഭാഷയിൽ വന്നിരുന്ന് അവൻ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ വേറൊരു കാര്യമുണ്ട്, എല്ലാ നാട്ടുകാരും നമ്മുടെ ഈ ഇന്ത്യനെ കുറിച്ച് വളരെ മോശം രീതിയിൽ പിന്നെ കാണും. അങ്ങനെ ഇവൻ നല്ല രീതിയിൽ ഇവനിക്ക് റീച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഇവന്റെ ഈ ഒരു സ്വഭാവം വെച്ച് നാളെ ഇവൻ കേരളത്തിൽ വന്നാൽ ഇവൻ കേരളത്തിനെ കുറിച്ച് പറയുന്ന കേരളം പൊളിയാണ്, കേരളം അങ്ങനെയാണ്, കേരളം കഴിഞ്ഞ വേറൊരു നാട് പോലും കേരളം കഴിഞ്ഞിട്ടേ ഉള്ളെന്നൊക്കെ പറഞ്ഞാണ് ഇത്. അവന്റെ സ്വന്തം നാട്ടിൽ, നമ്മുടെ നാട്ടിൽ വരുമ്പോ അവൻ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ അവന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ നേരെ വിപരീതമായിരിക്കും പറയുന്നത്. അവന്റെ നാട് അടിപൊളി, നമ്മുടെ നാട് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.